നമസ്കാരം. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ വലിയ പ്രതീക്ഷയിലാണ്. നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾ ഇപ്പോഴും മാധ്യമങ്ങളും പൊതുസമൂഹവും വിശ്വാസത്തിൽ എടുത്തിട്ടില്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത് ബി ഇത്തവണ ഭൂരിപക്ഷത്തിന് വേണ്ട 272 കടക്കില്ല എന്നു തന്നെയാണ്. പല സംസ്ഥാനങ്ങളിലും ബി ഗണ്യമായ സീറ്റുകൾ നഷ്ടപ്പെടുമെന്നാണ് കോൺഗ്രസ് തന്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്, കർണാടക, രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിൽ ബി സഖ്യകക്ഷികൾക്കും കനത്ത തോൽവിയുണ്ടാകുമെന്നും ഡൽഹി, ഗുജറാത്ത്, ഹിമാചൽ, ജാർഖണ്ഡ്, അസം എന്നിവിടങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടായേക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു. തെലങ്കാനയിൽ ബി 2 സീറ്റ് മെച്ചപ്പെടുത്താനും ഒഡീഷയിൽ 1 സീറ്റ് നേടാനും കഴിയുമെന്ന് കോൺഗ്രസ് നേതാക്കൾ സമ്മതിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. തമിഴ്നാടിനും കേരളത്തിനും മേലുള്ള ബി അവകാശവാദത്തെക്കുറിച്ച് അവർ അങ്ങേയറ്റം സംശയത്തിലാണ്. ബംഗാളിൽ ബി നേട്ടമുണ്ടാക്കുമെന്നും അവർ വിശ്വസിക്കുന്നില്ല. 2019 ബംഗാളിൽ ബി 18 സീറ്റുകൾ നേടി. ഇത്തവണയത് 14-15 ആയി പരിമിതപ്പെടുത്താമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. ഒഡീഷയിൽ 2019 ലഭിച്ചതിനേക്കാൾ 1-2 സീറ്റുകൾ അധികം ലഭിക്കുമെങ്കിലും ബി പ്രവർത്തകരും നേതാക്കളും തമ്മിലുള്ള അമർഷം രൂക്ഷമായെന്നും നവീൻ പട്നായിക് മോദിയെ ഇത്തവണ തന്റെ ശക്തി എന്താണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അത് ഒഡീഷ ഫലത്തെ നിർണ്ണയിക്കുമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. രാജ്യത്തുടനീളമുള്ള ബി മൊത്തം നേട്ടം 5-6 സീറ്റുകളായിരിക്കുമെന്ന് അവകാശപ്പെട്ട കോൺഗ്രസ് എന്നാൽ നഷ്ടം വളരെ വലുതായിരിക്കും എന്നും ചൂണ്ടിക്കാട്ടി. ബി 60 മുതൽ 70 വരെ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സീറ്റ് നഷ്ടം വന്നേക്കാം എന്ന കണക്കുകൂട്ടലിലാണവർ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും തങ്ങളുടെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും മോദിക്ക് ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന് പറയുന്നത് എന്നാണ് അവർ വിശകലനം ചെയ്യുന്നത്. അവസാന റൗണ്ട് പോളിംഗ് പൂർത്തിയാകുമ്പോൾ സ്ഥിതിഗതികൾ ബി സംബന്ധിച്ചിടത്തോളം വളരെ മോശമായേക്കാം എന്നും മുതിർന്ന നേതാവ് കൂട്ടിച്ചേർത്തു. ബീഹാർ, കർണാടക, ഹരിയാന എന്നിവിടങ്ങളിൽ ബി സീറ്റ് നഷ്ടമാകുമെന്നത് എല്ലാവർക്കുമുള്ള അറിവാണെന്നും അവർ പറഞ്ഞു. എന്നാൽ മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും വോട്ടർമാരുടെ വികാരം ഗണ്യമായി മാറിയതോടെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വഴിത്തിരിവ് ഉണ്ടായതെന്നാണ് അവരുടെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബി പോരാടുകയാണെന്നാണ് ഗ്രൗണ്ടിൽ നിന്നുള്ള പ്രതികരണം. മോദിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും വാഗ്ദാനങ്ങളെക്കുറിച്ചും വോട്ടർമാരിൽ അവബോധം സൃഷ്ടിക്കാൻ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും NGOകളും വിദ്യാർത്ഥികളും ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നത് മഹാരാഷ്ട്രയിൽ വലിയ ചലനം സൃഷ്ടിച്ചു. ചില മേഖലകളിൽ ഇത് മോദി വിരുദ്ധ തരംഗം പോലെയാണ് മാറിയതെന്നും കോൺഗ്രസ് കരുതുന്നു. ഉദ്ധവ് താക്കറെയോടുള്ള സഹതാപം, 2 ഗുജറാത്തി നേതാക്കളായ മോദിയുടെയും അമിത്ഷായുടെയും മഹാരാഷ്ട്ര വിരുദ്ധ നിലപാടിനെ കുറിച്ചുള്ള കലിപ്പ്, കോൺഗ്രസിന്റെയും ശരത് പവാറിന്റെയും ശിവസേനയുടെയും സംയുക്ത ശക്തി എന്നിവ ബി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. 48 സീറ്റുകൾ ലംബമായി വിഭജിക്കുമെന്ന് ബി നേതാക്കൾ പോലും സമ്മതിക്കുമ്പോൾ മഹാവികാസ് അഘാഡി 30 കടക്കുമെന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളിൽ ചിലർ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിൽ NDAക്ക് 42 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. സ്വന്തം നഷ്ടം കുറയ്ക്കാൻ ബി കഴിയുമ്പോഴും NDAക്ക് വലിയ നഷ്ടമാണ് മഹാരാഷ്ട്രയിൽ സംഭവിക്കുക. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ആരംഭിച്ചത് മിതമായ പ്രതീക്ഷകളോടെയാണെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വം 80-ൽ 70 സീറ്റുകൾ എന്ന ലക്ഷ്യം നേടുന്നതിൽ നിന്ന് ബി തടയാനാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും സമ്മതിച്ചു. ഇന്ത്യ സഖ്യത്തിൽ ചേരാൻ മായാവതി വിമുഖത കാട്ടിയത് വേദനാജനകമായിരുന്നു. എന്നാൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിച്ചു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഗ്നിവീർ തുടങ്ങിയ പ്രശ്നങ്ങൾ രാമക്ഷേത്ര പ്രശ്നത്തെ അപേക്ഷിച്ച് വലിയ ചർച്ചയായി. ഭരണഘടന മാറ്റാനുള്ള ബി പദ്ധതിയെക്കുറിച്ചുള്ള സന്ദേശം ദളിത് പിന്നാക്ക സമുദായങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു. മായാവതിയുടെ നിഷ്ക്രിയത്വവും അവരുടെ അനന്തരവൻ ആകാശ് ആനന്ദിനെ യുദ്ധക്കളത്തിൽ നിന്ന് പുറത്താക്കിയതും ബി പോരാടുന്നില്ലെന്ന് ദളിത് വോട്ടർമാരെ ബോധ്യപ്പെടുത്തി. ദളിതരും യുവാക്കളും അനുകൂലമായി എത്തിയതോടെ പാർട്ടിക്ക് അപ്രതീക്ഷിത ഉത്തേജനം ലഭിച്ചെന്നും നേതാവ് കൂട്ടിച്ചേർത്തു. അഗ്നിവീർ പദ്ധതിയും ജാട്ട്, രജപുത്ര സമുദായങ്ങളുടെ രോഷവും രാജസ്ഥാനിലും കോൺഗ്രസിനെ സഹായിച്ചു. രാജസ്ഥാനിൽ 6-നും 10-നും ഇടയിൽ സീറ്റുകൾ ജയിക്കാനാകും. ഉത്തർപ്രദേശിൽ സ്ഥിതിഗതികൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം മാറി. 40 സീറ്റുകൾ നേടാനാകുമെന്ന് ചിലർ പറയുമ്പോൾ കൂടുതൽ യാഥാർത്ഥ്യമായ സംഖ്യ 30 എന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കൾ പങ്കുവച്ചു. രാമക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രചാരണങ്ങൾക്കിടയിലും ബി 50 പരിമിതപ്പെടുത്തുന്നത് നിസ്സാരമായ ഒരു നേട്ടമല്ല എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ്. 115 സീറ്റുകളെങ്കിലും ഒറ്റയ്ക്ക് നേടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പാർട്ടി വൃത്തങ്ങൾ ഓഫ് ദ റെക്കോർഡ് സംഭാഷണങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് പ്രതിപക്ഷ സഖ്യത്തിന് 250-ലെത്താനുള്ള അടിത്തറ സൃഷ്ടിക്കുന്നു. അത് സാധ്യമായാൽ പോലും നിഷ്പക്ഷ പാർട്ടികളിൽ നിന്നും നിലവിൽ ഭരണസ്ഥാപനവുമായി യോജിച്ചു നിൽക്കുന്ന പ്രാദേശിക ശക്തികളിൽ നിന്നും കൂടുതൽ പിന്തുണ ആകർഷിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവർക്ക് ബി വല്ലാതെ മത്സരിക്കേണ്ടി വരും. ബി ഫ്രെയിമിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഇതുവരെ കാണുന്നില്ല. 230 സീറ്റുകൾ ലഭിച്ചാൽ സർക്കാർ രൂപീകരിക്കാൻ അവർ പരമാവധി ശ്രമിക്കും.
എന്നാൽ ഈ ഘട്ടത്തിൽ ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും അവരുടെ കണക്കുകൂട്ടലുകളേക്കാൾ മോശമായി പെരുമാറിയാൽ അവർ വല്ലാതെ താഴെ പോയേക്കാമെന്ന സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. 3 സീറ്റെങ്കിലും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന ഗുജറാത്തിൽ BJPയുടെ തകർച്ചയുടെ ഏറ്റവും നല്ല തെളിവാണ് പ്രകടമാകുന്നത്. കടുത്ത പോരാട്ടത്തിൽ BJPയിൽ നിന്ന് 2 സീറ്റ് കൂടി പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നു. ഗുജറാത്തിൽ BJP 5 സീറ്റിൽ തോറ്റാൽ രാജ്യത്തുടനീളം അവരുടെ പതനം കൂടുതൽ ആഴത്തിലാകും. കോൺഗ്രസ് വക്താക്കൾ മോദിയെ പടിയിറങ്ങുന്ന പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങിയത് ഈ പശ്ചാത്തലത്തിലാണ്. ഈ കണക്കുകൂട്ടലുകൾ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതിലും കുറവായിരിക്കാം. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷകൾ ധാരണകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, ശാസ്ത്രീയമായ അളവുകളുടെ അടിസ്ഥാനത്തിലല്ല. BJPയുടെ 400-ലധികം പ്രവചനം ഇതിനകം തന്നെ തെറ്റിപ്പോയതായി തോന്നുന്നത് ഇതിനുദാഹരണമാണ്. കോൺഗ്രസ് നേതാക്കളും രാഷ്ട്രീയ നിരീക്ഷകരും വിശ്വസിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഭാഷ വിശ്വാസത്തെയല്ല, നിരാശയെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നാണ്. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും നാടകീയമായ മാറ്റങ്ങളിൽ ഈ നിരാശ വേരൂന്നിയേക്കാം. ഇത് മോദി ഭരണത്തെ അട്ടിമറിക്കുമെന്ന് സ്വപ്നം കാണാൻ പ്രതിപക്ഷത്തെ എന്തായാലും ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്.